ഹായ്. വിദേശത്ത് ജോലി നോക്കുമ്പോൾ പലപ്പോഴും യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് നോക്കുന്നവർ പലപ്പോഴും പല യൂട്യൂബേഴ്സും പറഞ്ഞു കേട്ടേക്കുന്ന ചില വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. നമുക്ക് Indeed.com അല്ലെങ്കിൽ Seek.com തുടങ്ങിയ വെബ്സൈറ്റ് വഴി പലപ്പോഴും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സജഷൻ വന്നതും അതിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജോബ് വേക്കൻസീസ് ആക്ച്വലി ഉള്ളതാണോ? ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വന്നാൽ ഈ ഓഫർ ലെറ്റർ എത്ര ശതമാനം ട്രസ്റ്റ് വർത്തിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ടോപ്പിക്ക്. നോർമലി വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ തരം വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതേ കമ്പനികളുടെ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ ഇവരുടെ ഈ പറഞ്ഞ Seek.com അല്ലെങ്കിൽ ഈ പറഞ്ഞ Indeed പോലുള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് ഏതെല്ലാം കമ്പനികളിലാണ് ജോലി ഉള്ളത് എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇതേ കമ്പനികളുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം. ഇനി അതല്ല, നമ്മൾ Indeed.com അല്ലെങ്കിൽ Seek.com പോലത്തെ വെബ്സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ജോബ് ഓഫറോ അല്ലെങ്കിൽ നമുക്കൊരു കോളോ വരികയാണ്, ജോബ് ഓഫർ വെച്ചിട്ട് അവർ തരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ജെന്യൂനിറ്റി എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എന്നറിയാം. ഇതിന് പല മാർഗങ്ങളുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഓഫർ ലെറ്ററിൽ അവരൊരു ഓഫർ ലെറ്റർ തരികയാണെങ്കിൽ നമുക്ക് ആ ഓഫർ ലെറ്ററിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും അവരുടെ മെയിൽ ID, കോൺടാക്ട് നമ്പേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് ഇമെയിലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മെയിൽ അയച്ച് ചോദിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു മെയിൽ ID ഉണ്ട്, ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിക്ക് മെയിൽ അയച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഓഫർ ലെറ്റർ വരുമ്പോൾ ഈ ഓഫർ ലെറ്ററിലുള്ള നമ്മളുടെ മെയിൽ ID-യും നമ്മൾക്ക് വേണമെങ്കിൽ കമ്പനിയുടെ മെയിൽ ID-യിൽ കയറിയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഇത് രണ്ടും സെയിം ആണോ എന്നുള്ളത്. കമ്പനിയുടെ HR-ന് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊരു മെയിൽ അയച്ചു നോക്കാം, ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഓഫർ ലെറ്റർ ജെന്യൂൻ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയിൽ അയച്ച് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കമ്പനിയുടെ മെയിൽ ID-യും ഓഫർ ലെറ്ററിൽ തന്നിരിക്കുന്ന മെയിൽ ID-യും മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു പ്രിക്കോഷൻ എടുക്കണം. വലിയൊരു എമൗണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എടുക്കുന്നതിന് നിങ്ങൾക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് കൊടുത്ത് ഒരിക്കലും ഓഫർ ലെറ്റർ മേടിക്കരുത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ ചാറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ജെന്യൂനിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി പലപ്പോഴും റാങ്കിങ്ങും അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഓവർസീസിൽ വിസ കൊടുക്കാൻ റൈറ്റ്സ് ഉള്ള ഒരു കമ്പനിയാണോ എന്ന് നമുക്ക് പലപ്പോഴും വെബ്സൈറ്റ് ത്രൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ പല രാജ്യങ്ങളിലെ ഓൾ കൺട്രി ബേസ് ചെയ്തിട്ട് ഇവരുടെ എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഈ എലിജിബിലിറ്റി വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓഫർ ലെറ്റർ തന്നിരിക്കുന്ന ഈ കമ്പനിക്ക് എലിജിബിലിറ്റി ഉണ്ടോന്ന് നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള പോർട്ടൽ വഴിയും വെബ്സൈറ്റ് വഴിയും കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതലും ഈ തരം കമ്പനികളെല്ലാം ഓഫർ ചെയ്യുന്നത് ഷോർട്ട് ടൈം ഓക്യുപ്പൻസി ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷൻസിനാണ് കൂടുതലും ഇങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പല ഫേക്ക് ഓർഗനൈസേഷൻസും നമ്മളുടെ CVs ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വർക്ക് ഓഫർ തരാം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒരുപാട് ഫ്രോഡ് ഇതിൽ നടക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവയർനെസ് ഞാൻ തരുന്നത്. നമുക്കൊരു ഓഫർ ലെറ്റർ എടുത്ത് തരാനായിട്ട് പലപ്പോഴും ഒരു കമ്പനികൾക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്പെൻസസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പം മാക്സിമം നിങ്ങൾ ഏജൻസീസിനെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഇനി നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനീനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ഇതിന്റെ ജെന്യൂനിറ്റി ഉറപ്പുവരുത്തുകയോ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വിദേശ സംബന്ധമായ പഠന സംബന്ധമായ എന്ത് എൻക്വയറിക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ IITs, OET, PTE തുടങ്ങിയ ലാംഗ്വേജ് ടെസ്റ്റുകൾക്കും ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പ്ലീസ് കോണ്ടാക്ട് us ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.